ചാക്കിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുക. അപ്പോൾ അതിങ്ങനെ കയറ്റിയാൽ മതി. അങ്ങനെ ഈ മച്ചാനത് വലിച്ചിങ്ങനെ ഇറക്കുന്നു. കഴിഞ്ഞു. ഖലാസ്, ഖത്തം, ടാറ്റ, ബൈ ബൈ. ചാക്കൊന്നായിട്ട് പോകും ഗായ്സ്. അപ്പോൾ ഒന്ന് ഒരു 6 ടണ്ണ് തേങ്ങ എടുക്കാൻ മസ്തയിൽ പോയേക്കാം. പണിക്കാരെ കയറ്റാൻ പോകാം നമ്മൾ. അപ്പം അമ്പലപ്പടി എത്തി. ഇപ്പോൾ കാവനൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. നമുക്ക് പൂക്കളത്തൂർ മോങ്ങം ആ മലപ്പുറം റോഡാണ് പോകേണ്ടത്. മോങ്ങത്തുകട എത്തിയാൽ മതി. മോങ്ങത്തിൽ തന്നെ ഇനിയിവിടെ ഒരു ജംഗ്ഷൻ വരും. ജംഗ്ഷൻ നേരെ പോയാൽ കാരാറമ്പെത്തും. ഇവിടുന്ന് റൈറ്റ് കയറിയാൽ പൂക്കളത്തൂർ മോങ്ങം റോഡ്. നമ്മളങ്ങനെ റൈറ്റ് കയറി നമ്മളിനി നേരെ പോവാണ്. നേരെ പോയാൽ മോങ്ങത്തും. അങ്ങനത് അപ്പോൾ ഒളമതിയിൽ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളൂ മോങ്ങത്തേക്ക്. മോങ്ങത്തിൽ ഏതോ പറമ്പ് എന്നാണ് കയറ്റേണ്ടി തോന്നുന്നുണ്ട്. ഈ ഇറക്കങ്ങ ഇറങ്ങിയോടുകൂടി നമ്മൾ മോങ്ങത്ത് നല്ല മോങ്ങ അങ്ങാടി നല്ല അടുത്ത രണ്ടപ്പോൾ വിളിച്ചു നോക്കണം. അങ്ങനെ നമ്മൾ മോങ്ങത്തെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആൾ വരും. അവരെ ഇവിടെ സൈഡാക്കി ഇടാം. ഹായ് ഹായ് बोलो. हाय. हेलो. आपका नेम? आदिल. आदिल भाई का चैनल सब्सक्राइब करो, शेयर करो और कमेंट भी करो. अरे हम लोग आए हैं अभी टेंगा लोडिंग में. लेकिन तीन जने हम तीनों के तीनों बिहार में हैं. 20 किलोमीटर चलने की वजह से हम लोग को नींद आ रहा है, इसलिए सो रहे थे थोड़ा. थैंक यू. നമ്മളിതാ മോങ്ങത്തുനിന്ന് എടുക്കാൻ പോവാണ്. ഇനി നേരെ മേലേക്ക് നടീക്കിറങ്ങി ഇങ്ങനെ പോകുന്നത്. ഇനി അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് അവിടുന്ന് കുറച്ച് അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ചാക്കൾ ഇങ്ങനെ തേങ്ങ എയർ പോകുന്നുണ്ട്. സൂപ്പറായിട്ട് പോകുന്നുണ്ട് എയർ. ഇങ്ങോട്ട് ഇറങ്ങൂല മഴ ആയതുകൊണ്ട് ഇവിടെ കറങ്ങും. അപ്പോൾ അതാ നമ്മൾ ലോഡാക്കുകയാണ്. ചാക്കാക്കിയിട്ടാണ് ചാക്ക് തൂക്കി നേരെ വണ്ടിക്ക് ഇടും. വണ്ടിയില്ലോന് ചാക്കത്തെ തേങ്ങ ബോഡിക്കിടും, ചാക്ക് പുറത്തേക്കിടും. അങ്ങനെ ചാക്കിലാക്കിച്ചേക്കാണ് തേങ്ങ ഫുള്ള് പൊളിച്ച തേങ്ങ. അതുകൊണ്ട് സുഖം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ചാക്ക് തൂക്കാൻ വെച്ച് ഫസ്റ്റ് പോയിൻ്റ് സാധനം കയറ്റി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിൻ്റ് പോകണം. അവിടെ നേരെ ഇവിടെ ഇങ്ങനെ ഇതാക്കിച്ചേക്കുക. ചാക്കിലിങ്ങനെ ആക്കി വെച്ചേക്കുക. അപ്പോൾ അതിങ്ങനെ കയറ്റിയാൽ മതി. അവിടെ എവിടെയോ വണ്ടി പോവോ നോക്കാൻ പോവാണ് ഇപ്പം. റിസ്ക്കാണ്. മൂന്നാമത്തെ ലോഡിങ് പോയിൻ്റ് നിർത്തി. മൂന്നാമത്തെ. അപ്പോൾ ഇതാ ലോഡ് അങ്ങനെ കയറ്റിക്കൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചാക്കാക്കി വെച്ചിട്ടുണ്ടാവും. അടുത്ത വണ്ടിക്ക് ഇങ്ങനെ ഇടാണ്. നമ്മൾ ഏറ്റവും അടിയിൽ നിന്നാണ് ലോഡ് കയറ്റണത്. മലേൻ്റെ ഏറ്റവും അടിയിലേക്ക് ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് മേലേക്ക് കയറ്റി അങ്ങനെ പോവാണ്. ഞാൻ ഓരോ സ്ഥലത്ത് ചാക്കാക്കി വെച്ചിട്ടുണ്ടാവും. ആ ചാക്ക് എടുത്ത് ഇങ്ങനെ വണ്ടിക്ക് ഇടുക, വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചാക്ക് ഒഴിവാക്കുക. അങ്ങനെയാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളാണ് ഇതിൻ്റെ ഓളിനോള്. മൂപ്പരാണ് തൂക്കി എത്തിക്കണതും കണക്കും കാര്യങ്ങളൊക്കെ നോക്കണേ. മൂപ്പര് ഒരു വാർഡ് മെമ്പറും കൂടിയാണ് ഇവിടുത്തെ. അതിൻ്റെ ഇടയിൽ വണ്ടിത്തെ ബായ് ഓല രണ്ടാളി മാത്രം എടുക്കല്ലേ, ഓനി എടുക്ക്, വണ്ടി നിൽക്കണം ഇനി എടുക്കുക. അപ്പോൾ ഓനി എടുത്തെടുത്ത് ഓൻ്റെ ഒരു പൊലി വയ്യട്ടെ. എല്ലാവരും ഹാപ്പി ആവട്ടെ. ബായ്. ഓരോ സ്ഥലത്തും വണ്ടി ഇങ്ങനെ മുന്നിക്ക് അങ്ങ് വെച്ച് കൊടുക്കും. ചാക്ക് ഇങ്ങനെ എടുത്തിടും. ആ പരിപാടി. എന്നോട് സൗണ്ട് പറയാൻ. അങ്ങനത്തെ ഓലിങ്ങനെ ലോഡാക്കിക്കൊണ്ട് നിൽക്കുക. എൻ്റെ ഇടയിൽ മഴ വരാനായി. ചെറുതായിട്ട് മഴ ഒന്ന് പാറ്റിപ്പോയി. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയിനി വണ്ടി ചിലപ്പം കയറി വരില്ല. ഇങ്ങനത്തെ പച്ചപ്പ് പുല്ലായതുകൊണ്ട്. എന്താ കയറ്റിക്കൊണ്ട് നിൽക്കാണ് തേങ്ങ. ഇപ്പം പെടുത്തി അതാ സാധനം കയറ്റിട്ടുണ്ട് പോരെ. ഇവിടെ 2 മച്ചാന്മാർ ഇത് ലോഡാക്കുന്നുണ്ട്. തല വെക്കണതാ. അങ്ങനെ ഈ മച്ചാനത് വലിച്ചിങ്ങനെ ഇറക്കുന്നു.
മഴ ഇനി എങ്ങനെ കാര്യങ്ങൾ അറിയില്ല. റോഡ് കറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഇവിടുത്തെ ഇത് കഴിഞ്ഞു. അടുത്ത പോയിന്റ് കേസല്ലോ അവിടെ അവിടേക്ക് മുന്നേ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബാക്ക് റിവേഴ്സ് അടിച്ചിട്ട് അല്ല ഇവിടെയൊക്കെ നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റി. അവിടുന്ന് ഇങ്ങനെ ഫ്രണ്ട് അടിച്ചൊന്ന് റിവേഴ്സ് അടിച്ച് വാങ്ങിച്ചു. പക്ഷേ ഇങ്ങോട്ട് കയറ്റിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ച്. ഇവിടെ പാളിയതെന്ന് വെച്ചാൽ ഇവിടെയാണ് പ്രശ്നം. ഒന്ന് ഈ കുണ്ട് ഇവിടെ ചാടി കണ്ടോ, ഫ്രണ്ട് ടയറാണ് ചാടിയത്. നോക്കി നോക്കാം. അങ്ങനെ അതാ മൂന്നാമത്തല്ലോ, 1 2 3 4ാമത്തെ തോന്നുന്നുണ്ട് സ്ഥലം കയറ്റിക്കൊണ്ട് നിൽക്കണം പോയിന്റ്. ഇവിടെ കഴിയാനായി 3 കൂടി ഉള്ളു. മസ്ദായോട് ഇങ്ങനെ കയറി പോകുന്നുള്ളൊരു ധൈര്യമുണ്ട്. കറങ്ങിയില്ലെങ്കിൽ കയറി പോകും, വരി മുട്ടൂല. നോക്കി നോക്കാം. ബായ്, സേ ഹായ്. बोलो बोलो। क्या बोलेगा मैं, वो टेंगा लोडिंग करेगा भाई। तेंगा लोडिंग करेगा। हाँ। वो हरीकोट में जाएगा। हाँ हरीकोट में। हाँ हरीकोट में। म्याओ गोप गोप എന്താ കോമഡി പോലെ പറയണ്ടേ. वायरल रील लगा मखा लाडला म्याओ गोप गोप वायरल वर्ड। ഇതൊരു മല ഇറങ്ങി വന്നതാണ്. മല കണ്ടോ, കോഴി ഫാമൊക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ വന്നതിൽ ഇവിടെ കുറേ കറങ്ങി. പിന്നെ മസ്ദായതുകൊണ്ട് ലെവലായിട്ട് ഒരൊറ്റ കൊടുക്കല കൊടുത്ത് അതിൽ കയറി പോകുന്നു. സ്ലോഡ് അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. കോക്കനട്ട് തേങ്ങ പൊളിച്ചുമ്പോൾ വെയിൽ കൊള്ളാക്കാൻ നല്ല ഷെഡാണ് ഈ മട്ട കൊണ്ട് ഉണ്ടാക്കി വെച്ചത്. ഏത് സെറ്റപ്പിലെ അതിൻ്റെ അടിയിൽ നട്ടോല് തേങ്ങ പൊളിച്ചു. വെയിലും ചെറിയൊരാക്കുണ്ടാവും. ഇനി ഇവിടുന്ന് 3 ചാക്ക്, അവിടെ 2 ചാക്ക്, മേലെ 2 ചാക്ക്, പിന്നെ മേലേക്ക് പോവാം. പിന്നെ വേറെ സൈറ്റ്. ഇനി ഇങ്ങോട്ട് ഇങ്ങനത്തെ മേലെ വരെ ദുഷ്കരമായ റോഡാണ്. ലാസ്റ്റ് സ്ഥലം കയറ്റണം ഇവിടെ കേട്ടോ. ഇനി അടുത്ത വേറെ പറമ്പ് പോകണ്ട. അങ്ങനെതാ ഇവിടുത്തെ താഴെ ഈ പറമ്പത്തെ മൊത്തം കഴിഞ്ഞ് ഈ മല ഇങ്ങനെ കയറി നേരെ മെയിൻ റോഡുമ്മക്കോട്ട് പോകണം. ഇങ്ങനത്തെ വഴികൾ ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ മെയിൻ റോഡുമെത്തി ഇനി അടിയിലേക്ക് ഇറങ്ങുകയാണ്.
ഇനി വേറെ 2 സൈറ്റും കൂടി ഉണ്ട്. 2 സൈറ്റ് അറിയല്ല, ഒരു സൈറ്റ് തന്നെ. ഒരു 2 ടാങ്ക് വിമാനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. 2-3 ടൈപ്പ് പോകണം. അങ്ങനെ റോട്ടും വന്ന് കയറി മസ്തായതുകൊണ്ട് പിന്നെ ഏത് കയറ്റം കയറി പോരും. ഞാൻ അവിടുന്ന് ഉള്ളിൽ നിന്ന് എടുക്കാമല്ലോ, അപ്പം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി ബാക്ക് കാരണം അവരെ ഇവിടെ സൈഡാക്കി ഇട്ടേക്കാം. കുറേ ദൂരത്ത് 2 ഭായിമാർ കൊണ്ടുവരുന്നത്, ഒരുത്തം ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മൾ 2ാമത്തെ സൈറ്റിൽ നിന്നും കയറ്റി ഇനി 3ാമത്തെ സൈറ്റിലേക്ക് പോവാണ്. നിസ്കരിച്ചൊന്നും ഇപ്പോൾ വണ്ടി ഇവിടെ ആയില്ല. ഇനി ചാക്ക് തുന്നാണ്. ഇനി സൈഡിൽ കൂടെ അട്ടി ഇങ്ങനെ പൊന്തിച്ചാണുള്ളത്. എന്നിട്ട് ലൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യും. 2 അട്ടി പൊന്തിച്ചാട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യും. അങ്ങനെതാ ഇങ്ങനെ ചാക്ക് ഇങ്ങനെ കൊണ്ടുപോയി എടുത്ത് അയിമക്കട് മറച്ചും. എന്നിട്ട് അയിമ ലെവലായിട്ട് വെക്കും. എന്നിട്ട് ലൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് റെഡിയാക്കും. അത് അവസാനത്തെ ചാക്ക് ഇതോടുകൂടി കഴിഞ്ഞു. ഖലാസ്, ഖത്തം, ടാറ്റ, ബൈ ബൈ. ഇനി കയറിട്ട് കെട്ടുക. കിട്ടില്ല ബൈ. നെക്സ്റ്റ് വീഡിയോ നെയ്യേ അൺലോഡിങ് ഭായിമാരുണ്ട്. ഭായിമാരെ നമുക്ക് കെട്ടിത്തരും, അത് വലിയ സഹായമാണ്. കയർ വലിച്ചോട്ടു. ഭായിമാരുണ്ടെങ്കിൽ ഫുൾ സെറ്റാക്കി തരും. കെട്ടും കുത്തൊക്കെ തരും. नीचे भाई बड़ा डोके दिमाटो इधर से उनको रहना അസ്തായതുകൊണ്ട് പിന്നെ ഉക്കിന് ക്ഷാമം ഉണ്ടാവില്ല. ഉക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. നരമണ്ടി ആയതുകൊണ്ട് അടിയിൽ നോ ചൊറ. അതാ കെട്ടിക്കഴിയാനായി മച്ചാന്മാർ. അതാ ലാസ്റ്റത്തെ ഇതിമ കൂടി ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കെട്ട് കഴിഞ്ഞ് സാധനം ഇറക്കുക. എന്താ കാണിക്കണേ കറണ ബായ് ബാ ലാസ്റ്റ് റെഡിയാ. ഞാൻ ഇറക്കട്ടോ കയറും ഒന്നും റെഡിയാ. ബൈ ഇത് കൂടെ കൊണ്ടിക്കോ. അങ്ങനെ എടുക്കോ. അങ്ങനെ എടുത്തോ. ഇത് കൊടുത്തോ. ഇത് കൂടെ റെഡിയാ. ബൈ. എന്താ ഫുൾ പരിപാടി കഴിഞ്ഞ് തുലാസ് വണ്ടിക്ക് വെച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഡോർ അടിച്ചു, ചാവി ഓണാക്കി. പുഷ് ബട്ടണാണ്. വലിയ ലക്ഷറി വണ്ടികൾക്ക് മാത്രമുള്ള അങ്ങനെ എയർ കുറവാണ്. ഇപ്പോൾ നമ്മൾ സാധനമൊക്കെ കയറ്റി കഴിഞ്ഞ് നേരെ അരീക്കോട് പോവാണ്. സാധനം ഇറക്കാണ്ട് തുലാസ് ഇറക്കി, ചാക്ക് ഇറക്കി, ഇപ്പോൾ പോവാം നമ്മൾ. അങ്ങനെ നമ്മൾ മോങ്ങത്തുനിന്ന് പൂക്കുളത്തൂർ റോഡിന് കയറി കുറച്ചുകൂടി പോന്നപ്പോൾ കുറച്ചുകൂടി ചാക്ക് ഇവിടെ ഇറക്കിയേക്കാണ്ട്. അപ്പോൾ ചാക്ക് ഇറക്കിക്കാൻ വേണ്ടി സൈഡാക്കിയതാണ്. നമ്മൾ വാർഡ് മെമ്പറെ ചാക്ക് ഇറക്കി വെക്കാൻ മറന്ന്. കുറച്ചുകൂടി ചാക്ക് വണ്ടീൻ്റെ ക്യാബിൻ്റെ മേലെ ഉണ്ടായിന്. അത് ഇറക്കി വെച്ച് ഇങ്ങനെ പോവാണ് നമ്മൾ. വണ്ടി പോണേൻ്റെ അടുക്ക് എയർ കമ്മിയായി. അങ്ങനെതാ നമ്മൾ പൂക്കളത്തൂരെത്താനായി. അങ്ങനെതാ അപ്പം നമ്മൾ പൂക്കളത്തൂരെത്തി. ഇവിടുന്ന് നേരെ ഇളയൂർ കയറാം. നമ്മളിപ്പോൾ ഇളയൂരെത്തി. നല്ല പോകുന്നുള്ളൂ, നല്ല ലോഡുണ്ട് വണ്ടി. ഒരു ചായപ്പീടി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഇറക്കം അങ്ങനെ കയറി ഇറങ്ങിയാൽ കാവലൂരെത്തി. ചായ അടിച്ച സൈഡൊക്കെയാണ്. ഇവിടുന്ന് ചായ അടിച്ച് അങ്ങനെ നമ്മൾ 12 കയറ്റം ഇങ്ങനെ കയറുകയാണ്. മെല്ലെ കയറി മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഈ 12 വളവ് ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാവണ വളവാണ്. നല്ല അപകടം ഉണ്ടാവും. അപ്പം നല്ലൊരു കുത്തനുള്ള ഇറക്കവും നല്ലൊരു വളവും ഉണ്ട്, ബെൻഡും ഉണ്ട്. അപ്പം നമ്മൾ മെല്ലെ ഇറക്കിയിട്ടുള്ളൂ. സൂക്ഷിച്ച് മെല്ലെ ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ പുത്തലത്തെത്തി. ഇനി കമ്പനിക്ക് പോയി ഇറക്കാൻ. അവിടുന്ന് ചെറിയൊരു ഗ്യാപ്പ്. ഇതൊക്കെ റിവേഴ്സ് അടിച്ചാൽ വന്നേ. ഫ്രണ്ട് വന്നിട്ട് കാര്യം റിവേഴ്സ് അടിച്ച് തന്നെ ഇറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വരിക. കുറേ നേരമായി കളിച്ച് അങ്ങനെ എത്താനായി. അങ്ങനെ ഒരു വിധം ഇവിടെ ഇറക്കണോടത്ത് എത്തി. ഇനി ഇറക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കമ്പനിയിലെത്തി ഇറക്കുകയാണ്. കെട്ട് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ വായിയാണെങ്കിൽ നമുക്ക് കയറിൻ്റെ ചുറ്റിയില്ല. നമുക്കൊരു പണിയില്ല. ഭായിമാരെന്നെ കയറയച്ച് ഭായിമാരെന്നെ കയറ് ചുറ്റും. ഇല്ല ഭായ്
രാത്രിയായി 9 മണിയായി. അങ്ങനെ നമ്മൾ ബാക്ക് ഡോർ തുറന്നിട്ടാണ് സാധനം ഇറക്കാൻ. തുറക്കുമ്പോൾ ഒന്നായിട്ട് പോകും, നമ്മളും പോകില്ലേക്കോ. ഇവിടെ അടിക്കും അതേമാതിരി. അവിടെ തുറക്കും. ഇതർ സുക്കും ചാക്കൊന്നായിട്ട് പോകും. അങ്ങനെതാ ലോഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ. അതിൻ്റെ ഇടയിൽ ഞാൻ 2 തേങ്ങാ വെള്ളം കുടിച്ച്. ഒരു തേങ്ങാ വെള്ളം ചെയ്തപ്പം കത്തി കഴിഞ്ഞുകൊണ്ട് ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അതാ ലോഡിറക്കി കഴിയാനായി. ഇത് കഴിഞ്ഞാൽ നേരെ വണ്ടി നിർത്തുക, പോവാം. കഴിഞ്ഞു. തേങ്ങാ വെള്ളം പൊടിച്ചു തരാൻ പറഞ്ഞാൽ തേങ്ങാ വെള്ളം പൊടിച്ചു തരാം. സൂപ്പർ. ഞാൻ പൊട്ടിച്ച് കത്തി കഴിഞ്ഞുകൊണ്ട്